എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 5-ാം വാക്യം. യിരെമ്യാവ് 45-5. എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്. ഞാൻ സർവ്വജഡത്തിനും അനർത്ഥം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. എങ്കിലും നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും എന്നിങ്ങനെ നീ അവനോട് പറയണമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ ഒരു പ്രഭാതം ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നു. നമ്മളൊരിക്കലും ദർശിച്ചിട്ടില്ലാത്ത പ്രഭാതത്തിൻ്റെ നന്മയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്. നേര്യാവിൻ്റെ മകനായ ബാരൂക്കിനോട് യിരെമ്യാ പ്രവാചകൻ ദൈവത്തിൽ നിന്നുള്ള വചനം അറിയിക്കുന്നതാണ് ഈ വേദഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന അല്ലെങ്കിൽ വേല ചെയ്യുന്ന ഒരു ആൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു വചനം കൂടിയാണിത്. യിരെമ്യാവ് 36-ൽ നടന്ന സംഭവത്തിന് ശേഷം വളരെ നിരാശയിലായ ചെറുപ്പക്കാരനായിരുന്ന ബാരൂക്കിനോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ് ഇത്. ദൈവജനം വളരെ പ്രതികൂലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് യിരെമ്യാ പ്രവാചകൻ ജീവിച്ചിരുന്നത്. ഏകനായി കഷ്ടം അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രവാചകന് ഒരു തുണയായിരുന്നു ബാരൂക്ക്. രാജാവും പ്രമാണികളും ജനങ്ങളും പ്രവാചകനെ പുറന്തള്ളി. ഇങ്ങനെ ത്യജിക്കപ്പെട്ട ഒരു പ്രവാചകന് ശിഷ്യനായിരിക്കാൻ ബാരൂക്കിനും പല കാര്യങ്ങളും ത്യജിക്കേണ്ടി വന്നു കാണും. യിരെമ്യാവിനും ബാരൂക്കിനും നേരിടേണ്ടി വന്ന കഷ്ടതകൾ എത്ര എന്നത് 36-ാം അധ്യായത്തിൽ വായിക്കാം. ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരുന്ന ചുരുൾ രാജാവ് കത്തികൊണ്ട് മുറിച്ച് തീയിലിട്ടു. യിരെമ്യാവിനെയും ബാരൂക്കിനെയും പിടിച്ചുകൊണ്ട് വരാൻ കൽപ്പന കൊടുത്തു. അപ്പോൾ ദൈവിക താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാൻ ഇറങ്ങി തിരിച്ച ബാരൂക്കിന് നിരാശപ്പെട്ടു പോകാൻ ഇതിനേക്കാൾ വലിയ കാര്യങ്ങളൊന്നും വേണ്ടിയിരുന്നില്ല. യഹോവ എൻ്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു, അയ്യോ കഷ്ടം, ഞാൻ എൻ്റെ ഞരക്കം കൊണ്ട് തളർന്നിരിക്കുന്നു, ഒരു ആശ്വാസവും കാണുന്നില്ല എന്ന് 45-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ഇത് അവൻ്റെ ഒരു വിലാപമായിരുന്നു. എന്നാൽ ദൈവത്തിന് തൻ്റെ ദാസനോടുള്ള ദൂത് ഇങ്ങനെയാണ്: നീ നിനക്കായിട്ട് വൻ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? നിരാശ നിറഞ്ഞ ബാരൂക്കിനോട് ദൈവം ചോദിക്കുന്നത്, നിന്റെ നിരാശയുടെ കാരണം എന്താണ്? പ്രശംസ ലഭിക്കുന്നതും അംഗീകാരം ലഭിക്കുന്നതുമായ ഒരു ശുശ്രൂഷയിൽ നിൽക്കാനാണോ നീ ആഗ്രഹിക്കുന്നത്? ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന നിരാശയുടെ കാരണം ഇതാണ്. നിരാശ മാത്രമല്ല, പലരോടും പലർക്കും തോന്നുന്ന ഇഷ്ടക്കേടുകളും ഇങ്ങനെ തന്നെയാവാം. മനുഷ്യരാൽ അംഗീകരിക്കപ്പെടുന്ന ജീവിതവും ശുശ്രൂഷയും ചെയ്യാൻ ഒരുപക്ഷെ നാം ആഗ്രഹിച്ചു പോകുന്നു. അത് സാധ്യമായില്ലെങ്കിൽ നിരാശപ്പെടുന്നു. നീ വൻ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ എന്നതാണ് ദൈവം ബാരൂക്കിനോട് ചോദിക്കുന്നത്. യിരെമ്യാ പ്രവാചകനോട് ചേർന്ന് നിൽക്കാൻ അവൻ പലതും ത്യജിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. എന്നാൽ അവനെ തന്നെ ത്യജിക്കുന്ന അനുഭവം അവൻ ഉണ്ടായിട്ടില്ല. ക്രിസ്തീയ ജീവിതത്തിലും നാം പലതും ത്യജിക്കും. എന്നാൽ നമ്മെ തന്നെ ത്യജിക്കുന്നത് നമുക്ക് പ്രയാസമേറിയ കാര്യമാണ്. പ്രവർത്തനത്തിൻ്റെ മുൻപിൽ നമ്മൾ തോൽവി അടയുകയും
അതുകൊണ്ട് നിരാശപ്പെട്ടു പോവുകയും ചെയ്യുമ്പോൾ നമ്മോട് തന്നെ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണിത്: നീ നിനക്കായി വൻ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? വലിയ പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമാണ് നിരാശയുടെ കാരണം. ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ സാധിക്കാതെ പോകുമ്പോൾ പലപ്പോഴും നിരാശപ്പെടേണ്ടി വരും. അതുകൊണ്ട് ആശയാണ് എല്ലാ നിരാശയ്ക്കും ദുഃഖത്തിനും കാരണമെന്ന ബുദ്ധമതത്തിൻ്റെ കണ്ടെത്തൽ വളരെ മുൻപ് തന്നെ ദൈവം ബാരൂക്കിനോട് ചോദിച്ച ചോദ്യത്തിൽ അന്തർലീനമായിട്ടുണ്ട്. പത്രോസ് കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളെല്ലാം വിട്ട് നിന്നെ അനുഗമിച്ചല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ബാരൂക്കിൻ്റെ അനുഭവം തന്നെയാണ് പത്രോസിനും ഉണ്ടായത്. പത്രോസ് പടകും വലയും ഭവനവും മാതാപിതാക്കളെയും ഉപേക്ഷിച്ച് ഇറങ്ങിയവനാണ്. എന്നാൽ അവൻ തന്നെത്താൻ ത്യജിക്കുന്നതിന് പകരം എന്ത് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാം ഉപേക്ഷിച്ചു, എന്നാൽ തനിക്കായി വൻ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം കഴിഞ്ഞ് പത്രോസിന് വീണ്ടും ഒരവസരം ലഭിച്ചു. ഉവ്വ് കർത്താവേ, എല്ലാറ്റിലും അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഇടത്താണ് അവന് തന്നെത്താൻ പൂർണ്ണമായി ത്യജിക്കാൻ കഴിഞ്ഞത്. അന്നു മുതൽ തനിക്കായിട്ടല്ല, ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ നേടാൻ അവൻ രൂപാന്തരപ്പെട്ടു. അതുകൊണ്ട് നമ്മിൽ പലരും ബാരൂക്കിനെ പോലെയോ പത്രോസിനെ പോലെയോ ദൈവിക ശുശ്രൂഷകളിൽ നിൽക്കുന്നവരായിരിക്കാം. എന്നാൽ നമ്മുടെ ഉദ്ദേശം എന്താണ് എന്നത് വലിയ ചോദ്യമാണ്. നമ്മുടെ ആഗ്രഹം എന്താണ്? ഇത് ദൈവത്തിന് നമ്മോടുള്ള ചോദ്യമാണ്. നമുക്ക് വേണ്ടി തന്നെ നമ്മൾ വൻ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിന് നമ്മോട് പറയാനുള്ളത് അവയെ ആഗ്രഹിക്കരുത് എന്നാണ്. അപ്പോസ്തലനായ പൗലോസിനെ പോലെ ഇനി ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ആഗ്രഹിക്കരുത് എന്ന് ദൈവം പറയാൻ കാരണമുണ്ട്. ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ചു കളയുന്നു, ഞാൻ നട്ടത് തന്നെ പറിച്ചു കളയുന്നു. 4-ാം വാക്യത്തിൻ്റെ അർത്ഥം സ്ഥിരമായതൊന്നും ഈ ലോകത്തിലില്ല എന്നാണ്. ഈ നശ്വരമായ ലോകത്തിൽ വൻ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നതിൻ്റെ ബുദ്ധിശൂന്യതയാണ് ദൈവം ബാരൂക്കിനെ ഓർമ്മിപ്പിക്കുന്നത്. നിലനിൽക്കുന്ന നഗരം ഇവിടെയില്ല. ദൈവം നടുകയും പറിച്ചു കളയുകയും ചെയ്യുന്നു. നിശ്ചയമില്ലാത്തതും നിസ്സാരവുമായ കാര്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ മക്കളും ദാസരുമായ നാം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ അന്വേഷിക്കുന്നത് ബുദ്ധിശൂന്യമാണ്. ഇത് മാത്യു ഹെൻറി എന്ന പ്രസിദ്ധ വേദപണ്ഡിതൻ ഒരിക്കൽ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് ബാരൂക്കിനോടുള്ള ദൈവത്തിൻ്റെ ചോദ്യം ഇന്ന് ചാട്ടുളി പോലെ നമ്മുടെയൊക്കെ നേർക്ക് തിരിഞ്ഞു വരുന്ന ഒരു ചോദ്യമാണ്. ആഗ്രഹം എന്താണ്? നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നു. ദൈവം തമ്പുരാൻ നമുക്ക് തരുന്ന പ്രതിഫലം ദൈവം തന്നെയാണ്. അബ്രഹാമിനോട് പറഞ്ഞ, അബ്രാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതുകൊണ്ട് പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മുടെ ആഗ്രഹവും തിരഞ്ഞെടുപ്പും എങ്ങനെയുള്ളതാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലോത്ത് മനോഹരമായ ദേശം ആഗ്രഹിച്ച് തിരഞ്ഞെടുത്തപ്പോൾ അബ്രാം കനാൻ ദേശത്ത് പാർത്തു. ദൈവത്തിൻ്റെ വാഗ്ദത്തം അവിടെ വെച്ച് തനിക്ക് ലഭിച്ചു. നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മുടെ മനസ്സിൽ ആരും കാണാതെ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ആഗ്രഹം എന്താണ്? പല കാര്യങ്ങളും ദൈവത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ചെയ്യാറുണ്ട്. ധാരാളം പണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നവരുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ മുൻപാകെ പ്രശംസ ലഭിക്കുന്നില്ലെങ്കിൽ നമ്മുടെ നിലപാട് എന്തായിരിക്കും? നമ്മൾ ചെയ്തത് 4 പേർ അറിയുന്നില്ല എങ്കിൽ
നമ്മുടെ പ്രവൃത്തി അങ്ങനെ തന്നെ തുടരാൻ നമുക്ക് സാധിക്കുമോ? നമുക്കൊരു സ്ഥാനം ലഭിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ പ്രശംസയ്ക്കും പ്രശസ്തിക്കും അംഗീകാരത്തിനും വേണ്ടിയാണോ? ദൈവം നമ്മോട് ചോദിക്കുന്നു ബാരൂക്കിലൂടെ, നീ ആഗ്രഹിക്കുന്നത് എന്താണ്? നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? വൻ കാര്യങ്ങളെ ആഗ്രഹിച്ച് നിരാശയുടെ പടുകുഴിയിൽ വീണു പോകാതെ തന്നെത്താൻ ത്യജിക്കുന്നവരായി കർത്താവിന് വേണ്ടി നിലനിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതം ദാനമായി നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സാധ്യതകളുടെയും നന്മകളുടെയും പുതിയ പുലരിയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിലനിൽപ്പാൻ ഇന്നത്തെ പകൽക്കാലം ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ചെറുതും വലുതുമായ ആവശ്യങ്ങളുടെ മുൻപാകെ പതറിപ്പോകാതെ ദൈവിക ശക്തിയോടെ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും മാറാത്ത കൃപ നൽകണമേ. പലയിടങ്ങളിലും മഴയുടെ പ്രയാസങ്ങളും പ്രതികൂലതകളുമുണ്ട്. കർത്താവ് എല്ലാറ്റിൻ്റെയും നിയന്ത്രകനായി കൂടെ ഉള്ളതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അപത്തനർത്ഥങ്ങൾ വിടുവിച്ചോളണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും വിശേഷമായി പ്രാർത്ഥിക്കുന്നു. നന്മയുടെയും കരുണയുടെയും കരുതലിൻ്റെയും പുതിയ ദിനങ്ങൾ ലഭിപ്പാൻ തക്കവണ്ണം ദൈവം അവരോട് കൂടെ ഇരിക്കണമേ. പിന്നിട്ട നാൾ വഴികളെ നന്ദിയോടെ ഓർക്കാൻ കർത്താവ് ഇടവരുത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കാവലും കൃപയും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.